ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തലശ്ശേരി ബിരിയാണിയാണ്. പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബിസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സവാള നൈസായിട്ട് അരിഞ്ഞെടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എടുത്തു വെക്കാം. ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള കുറേശ്ശെയായിട്ട് നന്നായിട്ട് കരുകരുപ്പായിട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര തൂക്കി കൊടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത ബാച്ചും ഇതേമാതിരി തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതൊട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. ഒന്നായി വരുമ്പോൾ തന്നെ തീ ഒരു സിമ്മിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് എണ്ണയിൽ മുറിച്ചെടുക്കുന്നതിനാണ് പിസ്ത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബാച്ചും ഇതേമാതിരി തന്നെ കുറേശ്ശെ ഇട്ടിട്ട് മുറിച്ചെടുക്കാം. അടുത്തത് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി പച്ച മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി 30 ഗ്രാം, ഇഞ്ചി 15 ഗ്രാം, പച്ചമുളക് 8 എണ്ണം എന്നിവ ചതച്ചെടുക്കാം. അടുത്തത് ബിരിയാണി മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരുംജീരകം, 5 ഏലക്കായ, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം പട്ട, 1 സ്റ്റാർ, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും 1 പൊട്ട് ജാതിക്കയുടെ കഷ്ണവും എടുക്കാം. 1/2 ടീസ്പൂൺ സാജീരകം, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ പോപ്പി സീഡ് എന്നിവ മാറ്റി വെക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ബിരിയാണി മസാലയ്ക്ക് എടുത്തിരിക്കുന്നത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറ്റൽമുളകും കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ് ഏറ്റവും അവസാനം ചേർത്താൽ മതി കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് മാത്രം ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാലയും റെഡിയായി കഴിഞ്ഞു. ഇനി ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം. നേരത്തെ ഉള്ളി റോസ്റ്റ് ചെയ്തിരിക്കുന്ന എണ്ണയിൽ തന്നെ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന പച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തലശ്ശേരി ബിരിയാണിയുടെ ഒരു പ്രത്യേകത, ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാറില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വേവായതിനു ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം 3/4 ഭാഗം പിസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി കഴിഞ്ഞു. നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായും 4 ഗ്രാമ്പും ഒരു കഷ്ണം പട്ട, താക്കോലം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 3-4 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കണം. അരി കുതിർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇതൊന്ന് തുറന്ന് നോക്കാം. അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തീരെ കട്ട പിടിക്കാതെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം വെക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ കലക്കിയത്, അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് പിന്നെയും ചേർക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലേക്കും ചെയ്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു സിൽവർ ഫോയിൽ കൊണ്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. നല്ല എയർടൈറ്റുള്ള ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അഥവാ നിങ്ങളുടെ ചൂട് കട്ടിയുള്ള പാത്രമല്ലെങ്കിൽ ഒരു പഴയ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.